ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നത്. പിന്നെ ഇതിലെനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയാനും ഉണ്ട്. എൻ്റെ ചാനലിൽ കുറച്ച് പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മൾ വേറെ കാര്യങ്ങളാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഒരു വ്ളോഗായിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. ഇനി അതുപോലൊരു വീഡിയോ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഡിലീറ്റായി പോകുമോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്ത് നിങ്ങളോട് ഇത് പറയുന്നത്. പ്ലീസ് എല്ലാവരും ദയവ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുവരെയുള്ള നമ്മുടെ ഇത്ര ദിവസത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന എല്ലാ കാര്യം പറയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ മോൻക്ക് കുറച്ച് ഗ്രീൻ പീസ് പുഴുങ്ങി കൊടുക്കുകയാണ് കേട്ടോ. അതിനെ പുഴുങ്ങിയെന്നല്ല പറയുക, എനിക്ക് മൊത്തത്തിൽ കിളി പോയ അവസ്ഥയാണ് കേട്ടോ ഉള്ളത്. അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുഹമ്മദിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ചെയ്യാനുള്ള മുഴുവനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഈ ഹെയ്സൻ മോനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഒരു കാല് വളവ് വരുമ്പോഴേക്കും തന്നെ എനിക്ക് എത്രത്തോളം വേദന അത് തന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് അവരെത്രത്തോളം കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു 1000 രൂപയോ 2000 രൂപയോ കൊടുക്കാൻ പറ്റും. പക്ഷെ കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്, ലോണ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കൂടുതലായിട്ട് അവരെ എങ്ങനെ സഹായിക്കാം എന്നാലോചിച്ച സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ രക്ഷിതാവ് അങ്ങനെ തോന്നിപ്പിച്ചതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചാനൽ വെച്ചുകൊണ്ട് നമുക്ക് അവർക്ക് കൂടുതലായിട്ട്, അതായത് എൻ്റെ വരുമാനം, എനിക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന വരുമാനമാണ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വരുമാനം കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ ആരെങ്കിലുമൊക്കെ പൈസയും ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി, ഈ പൈസ ഫുള്ളായിട്ട് ഇവർക്ക് കൊടുക്കുകയാണെന്ന് നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണും. അപ്പോൾ പൈസ കൊടുക്കാൻ സാധിക്കാത്ത ആൾക്കാർക്കും കൂടി കാശ് കൊടുക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്, അവർക്കും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പുതിയൊരു മെത്തേഡും കൂടിയാണ് എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു സദുദ്ദേശത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തൊരു കാര്യമായിരുന്നു. അത് ചെയ്തതിന് ശേഷം സഹായിക്കാൻ, നമ്മുടെ ഒരു ചെറിയൊരു ചാനലല്ലേ, സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച സമയത്ത് പലരും നമ്മളെ അവോയ്ഡ് ചെയ്ത് വിടായിരുന്നു. അപ്പോൾ പക്ഷേ രണ്ടാമത്തെ ദിവസം നമ്മുടെ ആ വീഡിയോ നിങ്ങൾ നല്ലവരായ ജനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റെടുക്കുകയും അതങ്ങോട്ട് കേരളം മൊത്തം എല്ലാവരും സ്റ്റാറ്റസ് വെച്ച് സഹായിക്കുകയും അങ്ങനെ നമുക്കതിന് വലിയൊരു എമൗണ്ട് തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഇടയിൽ കാണിക്കുന്നതൊക്കെ എൻ്റെ മക്കൾക്കുള്ള ഫുഡും പിന്നെ ഇടയിൽ എൻ്റെ ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ് ഞാൻ കുടിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഹെൽത്തി ആയിട്ടിരിക്കാനും ഗർഭിണികൾക്കും പാൽ കൊടുക്കുന്നവർക്കൊക്കെ ഉള്ള ജ്യൂസാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നുള്ള രീതിയിലാണ് ഞാൻ അതൊന്നും പറയാതെ ഇത് മാത്രം പറയുന്നത്. ഇത് വന്നിട്ട് എൻ്റെ മോന് ഞാൻ പറഞ്ഞല്ലോ, കാല് വളവുള്ളതുകൊണ്ട് ഡെയിലി രാവിലെയും വൈകുന്നേരം വെയിൽ കൊള്ളിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മുകളിൽ കയറി നിന്നിട്ട് താഴെ ഇറക്കി വിടും, കുറച്ച് നേരമൊക്കെ നിൽക്കുള്ളൂ, അവൻ ഇറങ്ങി ഓടും. അപ്പോൾ ഇങ്ങനെ മതിലിൻ്റെ മേലെ കയറ്റി ഇരുത്തിയിട്ട് ഞാനും കുറച്ച് നേരം ഇങ്ങനെ കൂടെ നിൽക്കും കേട്ടോ. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സദുദ്ദേശത്തോട് കൂടിയിട്ട് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു, കേരളം മൊത്തം ഏറ്റെടുത്തു. ഇതിൽ എനിക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നല്ലപോലെ സംസാരിക്കുന്ന പലർക്കും ദേഷ്യമൊക്കെ വരാൻ തുടങ്ങി. കാരണം അവരും കൂടെ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം. ചിലർക്ക് അങ്ങനെ ഒരു വീഡിയോ അവർ ചെയ്തിട്ട് അവർക്ക് വലിയ റീച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നമ്മളോട് ദേഷ്യമുള്ളവരും ഉണ്ട്. ഇതിൽ നമ്മുടെ ഉദ്ദേശം ആ കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും ആ ഒരു എമൗണ്ട് എത്തിക്കണം എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു. അപ്പോൾ പുറത്തൊക്കെ നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ മോനെ കുളിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഇത്. പിന്നെ ഇക്കാൻ്റെ അടുത്ത് അവൻ്റെ കൊടുത്തു. കാരണം എനിക്ക് ഇത് ഒരുപാട് ഇന്നത്തെ ദിവസം തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇന്ന് ഇതിൻ്റെ കൂടെ നമ്മൾ ആടിൻ്റെ ബ്രെയിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്ര ദിവസം ഒന്നും ചെയ്യാനും വെക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്നാണ് ചെയ്യുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാണിക്കുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തു, ഷെയറൊക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ ഈ വീഡിയോസൊക്കെ ട്രെൻഡിങ് വരുന്നുണ്ട്. പക്ഷെ 1 മണിക്കൂർ 2 മണിക്കൂർ ട്രെൻഡിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു എന്താണ് പ്രശ്നം എന്നറിയില്ല, ട്രെൻഡിങ് 1 വന്നിട്ട് പോലും ഇറങ്ങിപ്പോലെ കംപ്ലീറ്റ് ആയിട്ട് ഔട്ടായി പോവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തോ പ്രശ്നത്തിൻ്റെ പുറത്താണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൂട്ടുകാരി എനിക്ക് മെസ്സേജ് ഇമെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസിന് യൂട്യൂബിൽ നിന്നും എന്തെങ്കിലും പ്രശ്നം വരും, ചിലപ്പോൾ ചാനൽ
തന്നെ നമുക്ക് ഇല്ലാതായി പോകാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കാശ് പറ്റിക്കുന്നു അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇനി ചാനലും കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയ സ്ഥിതിക്ക് ഞാൻ ഇതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നു, ആ വീഡിയോ കാണിക്കുന്നു, അതിലെന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഞാൻ ഉൾപ്പെടുത്താനും കൂടിയിട്ട് ഞാൻ എന്തായാലും ആലോചിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കണ്ടൻറ്റ് ഉള്ള വീഡിയോസും മിക്കവാറും നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചാനലും കൂടെ പോയാലോ എന്നുള്ളൊരു പേടി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസത്തിൽ ഒരു വീഡിയോൻ്റെ എങ്കിലും ഇതുപോലെ എനിക്ക് കിട്ടുന്ന വരുമാനം ഇതുപോലെ പാവങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഞാൻ മാറ്റമൊന്നും വരുത്തുന്നില്ല. പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ യൂട്യൂബ് തന്നെ മനസ്സിലാക്കും എന്തോ പെട്ടെന്ന് ഇത്രയും ജനങ്ങൾ കൂടുതലായിട്ട് ഇത് ഷെയർ ചെയ്യുമ്പോൾ എന്തോ യൂട്യൂബിൻ്റെ പൈസ എങ്ങനെയോ മേടിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. അപ്പോൾ അതെനിക്ക് നല്ലോണം പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രെയിൻ വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോനക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് കേട്ടോ. അവനക്ക് ഒരു കുഞ്ഞൊരു ബിരിയാണി ടൈപ്പിൽ നമ്മൾ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ സംഭവം കൂടി മാറി മാറി ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ഥിരം വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ കുറേ ജോലികൾ ഒന്നിച്ച് കൂട്ടി കുഴച്ചിട്ടാണ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വ്ളോഗായിട്ടൊക്കെ ഇടാനും ഒക്കെ പറ്റുള്ളൂ. മൊത്തത്തിൽ തിരക്കുള്ളത് കൊണ്ടാണ് അങ്ങനെയെന്നുള്ളത്. അപ്പം ഈ ചാനൽ നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു പേടി വന്നപ്പോൾ എനിക്ക് പിന്നെ തോന്നി ഇതിലെനിക്കൊരു പേര് ദോഷം കുറച്ച് പേരെങ്കിലും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണ്. എനിക്ക് കിട്ടുന്ന ആ പൈസ നമ്മൾ കൊടുക്കാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു നോർമൽ ഒരു എമൗണ്ട് $100-200 അല്ലെങ്കിൽ $300 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ കൂടുതൽ കിട്ടുവാണെങ്കിൽ ആ ഫാമിലിക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യ്. അപ്പോൾ ഒരുപാട് പേര് കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആഡ് കാണുമ്പോൾ ആ വീട്ടുകാർക്ക് നമുക്ക് ഒരുപാട് പൈസ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിനെ ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നന്മയുള്ള മനസ്സിൽ നന്മയുള്ള ജനങ്ങളെന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ല കാര്യം പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് സബ്സ്ക്രൈബർ കൂടിയത്. അപ്പോൾ ഈ സബ്സ്ക്രൈബർ കൂടിയത് പോലും മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ ഒരു നന്മ തന്നെയാണ് ചെയ്തതെങ്കിലും അതിൻ്റെ പ്രതിഫലമായിട്ട് ദൈവം പോലും നിനക്കൊന്നും തരാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ടൈപ്പിലുള്ള കമൻസാണ് നമുക്ക് വരുന്നത്. അത് വരും. നോർമലി നമ്മളെ ദൈവം വലിയൊരു സ്ഥാനത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് കുറേ പരീക്ഷണങ്ങളൊക്കെ വരും എന്ന് പൂർണ്ണമായിട്ടും എനിക്ക് അറിയുന്ന ഒരാൾ തന്നെയാണ്. ഇനി നിങ്ങളൊക്കെ എത്ര തന്നെ തളർത്താൻ ശ്രമിച്ചാലും ഈ ഒരു യൂട്യൂബ് മാത്രമല്ല പ്ലാറ്റ്ഫോമായിട്ടുള്ളത്. എൻ്റെ മേലെ വിശ്വാസം കൊണ്ട് ആൾക്കാർ എന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ജീവിതമെങ്കിലും രക്ഷപ്പെടാൻ അത് ആവുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യം ഞാൻ ബോധിപ്പിക്കുന്നുണ്ട്, ഇത്ര പൈസ ഒക്കെ ആണെങ്കിലും ചിലർക്കെങ്കിലും നമ്മുടെ കയ്യിൽ സംശയം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പറ്റിക്കുന്നൊന്നും തോന്നരുത്. ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഞാൻ നാട്ടുകാരുടെ പൈസ എൻ്റെ കയ്യിൽ പിരിച്ച് വാങ്ങിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്ന കാര്യമല്ല. എനിക്ക് നിങ്ങളും ഞാനും എല്ലാവരും കൂടെ വീഡിയോ കണ്ട് എന്താ പറയുക ആഡൊക്കെ കണ്ടിട്ട് കിട്ടുന്ന ഒരു എമൗണ്ടാണ് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമായിരുന്നു, ഇങ്ങനെ പാവപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുന്ന ഫാമിലി ഉണ്ട്, അവർക്ക് നിങ്ങളിങ്ങനെ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എനിക്ക് ചെയ്യാമായിരുന്നു. എല്ലാവരും ചെയ്യുന്ന പോലെ, ന്യൂസ് ചാനലുകാരും എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. ഇതുവരെ ആരും അതിൽ കിട്ടുന്ന റവന്യൂ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊരു എന്താ പറയുക പ്രമോഷൻ്റെ ഭാഗമായിട്ടോ എന്തായിട്ടും നിങ്ങൾക്ക് കാണാം. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു 1 ലക്ഷം ആൾക്കാർ ഷെയർ ചെയ്യുന്നതിന് പകരം ഒരു 2 ലക്ഷം ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് അവർക്കൊരു അവസരം കിട്ടിയപ്പോൾ അവർ കൊടുത്തതായിട്ട് തുല്യമായിട്ട് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഈ ഡേ ഇൻ മൈ ലൈഫിൽ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാതെയെന്ന്. കാരണം ചാനൽ പോവോ എന്നുള്ള ആ ഒരു പേടി കൊണ്ടാണ് ഇന്ന് ഈ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ചെയ്തിട്ട് ഇതിലൂടെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇനിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇഷൽ മറിയം എന്ന ലക്ഷദ്വീപിലെ ഒരു പെൺകുട്ടി അവരുടെ വാപ്പ എന്നോട് സങ്കടത്തോടെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു,
ഞങ്ങളെ മറന്നോ മാഡം എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. മറന്നതല്ല, പക്ഷെ നമ്മൾ അടുപ്പിച്ച് കുറേ വീഡിയോസ് ചെയ്യുമ്പോൾ ആൾക്കാർ അത് ഏറ്റെടുക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എനിക്ക് പറ്റുവാണെങ്കിലല്ല എന്തായാലും ഈ വീഡിയോയുടെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെക്കും അവരുടെ അക്കൗണ്ട് നമ്പർ, കാര്യങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ആർക്കെങ്കിലും കൊടുക്കാൻ 10 രൂപയെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് അവർക്ക് ചെയ്തു കൊടുക്കുക. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ചെയ്താൽ യൂട്യൂബിൽ പ്രശ്നം വരും എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു ഇത്രയും വലിയൊരു എമൗണ്ട്, അതായത് നമ്മൾ മുഹമ്മദിൻ്റെ വീഡിയോയിൽ നിന്നും 1,35,000 സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എമൗണ്ടും വേറെ എൻ്റെ ചാനലിൽ നിന്ന് കിട്ടിയ എമൗണ്ടും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയായിരിക്കും ഓഗസ്റ്റിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ആ വരുന്ന സമയത്ത് എനിക്ക് ടാക്സിൻ്റെ പ്രോബ്ലം കൂടി വരുന്നുണ്ട്. ടാക്സ് എമൗണ്ടൊക്കെ നമ്മൾ കയ്യിൽ നിന്നും എടുത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്ന ചില്ലറ കാര്യങ്ങളിലെല്ലാം ഞാനിപ്പോൾ കൊണ്ട് തലെടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ വിമർശിക്കാനും വേണ്ടിയിട്ട് എനിക്ക് ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടി, റീച്ച് കൂടി, അതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കോമൺ സെൻസോട് കൂടിയിട്ട് ചിന്തിക്കുക. എന്തൊക്കെ ഒരു ഇതിലേക്കാണ് ഞാനൊരു സ്ത്രീ ആയിട്ട് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ വിഷമം കൊണ്ട് പറയുന്നത് തന്നെയാണ്. പക്ഷേ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നെ റബ്ബ് കൈവിടില്ല എന്ന്. കാരണം ഞാനൊരു നല്ലൊരു നിയത്തോട് കൂടിയിട്ട് പ്രതിഫലം എനിക്ക് വേറെ തരത്തിലൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു കാര്യമാണ്. നാളെ എൻ്റെ മക്കൾക്ക് അതൊരു തണലായിട്ട് എന്തായാലും വരും. എൻ്റെ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ ഫാമിലീൻ്റെ ഞാൻ ബുദ്ധിമുട്ടുന്ന എനിക്ക് ഒരുപാട് ഞാൻ ഹറാമാണ് അറിയാം, പലിശ ഹറാമാണ്, ഞങ്ങൾ അതിൽ കുടുങ്ങിപ്പോയതാണ്. അത് ഒക്കെ വീട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കഠിനമായിട്ട് രാവും പകലും ഒക്കെ ഞങ്ങൾ കഷ്ടപ്പെടുന്നതൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, ദൈവം നേരിട്ട് നമ്മളെ സഹായിക്കും. ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സംഭവം ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രൊമോഷനാണ്. ഞാൻ എന്തിനാ ഈ പ്രൊമോഷൻ ഇതിൽ ഉൾപ്പെടുത്തിയെന്ന് പറയുമ്പോൾ, ഒരു സ്ത്രീ കഷ്ടപ്പെട്ടുകൊണ്ട് സമ്പാദിക്കുകയാണ്. അവരുടെ ഭർത്താവിന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് അവർക്കും വരുമാനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. എനിക്ക് അയച്ചു തന്ന സാധാരണ ഇടുന്ന 2 ടോപ്പുകളും 2 പാൻറ്റും പിന്നെ റനക്കുട്ടിക്ക് ഒരു ഡ്രസ്സാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ളവരെയൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഇത് ഞാൻ ഇവരിൽ നിന്നും കാശ് വാങ്ങിയിട്ട് ചെയ്യുന്നതല്ല. വലിയ കമ്പനിക്കാർ നമ്മളോട് വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട് നമ്മൾ പ്രൊമോഷൻ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവരുടെ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഈ ഡ്രസ്സുകളാണ് ഇവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. പിന്നെന്താണ്, അപ്പോൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എന്താണ് ക്യാരറ്റ് കരീണോ? എന്താണ് അമ്മ കാല്. പിന്നെ അടുത്തൊരു വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ, നമ്മളിങ്ങനെ കുറേ ആൾക്കാരെ നമ്മളെല്ലാവരും കൂടെ സഹായിക്കുന്നത് കൊണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മെയിലാണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും എല്ലാറ്റിലും ഒരുപാട് പേര് അവർക്ക് വീടില്ല, കടമാണ്, അല്ലെങ്കിൽ ഇതുപോലെ അസുഖങ്ങളുണ്ട്, ഇതുപോലെ കാല് തളർന്നിരിക്കുകയാണ്, ഗൾഫിലുള്ള കുറേ ആൾക്കാർക്ക്, അങ്ങനെ ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്കും നമുക്കൊരിക്കലും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെ പോലെ പോയി നോക്കി അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. ഞാനൊരു പെൺകുട്ടിയല്ലേ, അപ്പോൾ അതൊന്നും എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ടി വിയിൽ ഔദ്യോഗികമായിട്ട് അവർ ഒരു ന്യൂസ് ചാനലിൽ വരികയാണെങ്കിൽ അവരതെല്ലാം അന്വേഷിച്ചിട്ടായിരിക്കും ഇടുക. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ അത് നമുക്ക് നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് സഹായം ചോദിക്കാം. അല്ലാതെ വരുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. നേരിട്ട് അറിയുന്നവരാണെങ്കിൽ ഓക്കെ. ഇത് ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ല, നമ്മുടെ ആ ഒരു നിസ്സഹായാവസ്ഥ പറഞ്ഞതാണ്. ഇതിൻ്റെ പേരിൽ തട്ടിപ്പായിട്ട് ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് സഹായിക്കാം. പതിയെ ഓരോരുത്തർക്കായിട്ട് നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ. അമ്മിൻ്റെ സ്റ്റിക്കറൊക്കെ എന്തിനാ ഒട്ടിച്ചത്? ചുച്ചുക്ക് തലവേദനയ്ക്കുന്നുണ്ടാ? തലവേദനയ്ക്കുന്നുണ്ടടി? നോക്കട്ടെ. ഇപ്പൊ തലവേദന മാറിയോ? നോക്കട്ടെ. തലവേദനയ്ക്ക് എവിടെ ഒട്ടിക്കേണ്ടത് പറഞ്ഞു കൊടുക്ക് എല്ലാവർക്കും. ഇവിടെ ഒട്ടിക്കാൻ പറയും. ഇതെവിടെ അമ്മി കാണിച്ചു കൊടുക്ക. മാറി ഇങ്ങോട്ട് നോക്ക്. തലവേദനയ്ക്ക് സ്റ്റിക്കർ ഇവിടെ ഒട്ടിക്കണം അല്ലേ? ചുച്ചു എന്തിനാ ഇവിടെ ഒട്ടിച്ചിക്കണ്? എന്തിനാണ്? ശരിക്ക് കാണിച്ചു കൊടുക്കുക എവിടെയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എന്ന്. ഇങ്ങട് അതാ ഈ കവളൊക്കെ കുറേ ഉണ്ടല്ലോ.
താടിയില് വാവ് നോക്കട്ടെ. നീ വേസ്റ്റ് ആക്കുവോ മുത്തേ? നീ വേസ്റ്റ് ആക്കരുത്. ഗുഡ് ഗേൾ അല്ലേ? താങ്ക് യു. താങ്ക് യു. സഹായിക്കാം. ഞാൻ വിചാരിക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലാവുമ്പോൾ ഈ റവന്യൂവിൻ്റെ കാര്യമൊന്നും ആരും പറയില്ല, എന്നെ കുറ്റമൊന്നും പറയില്ലല്ലോ. നമുക്കൊരു വീഡിയോ മാത്രം ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. സന്മനസ്സുള്ളവർ, ഞാൻ അഥവാ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം, പോയി നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിലൂടെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് സക്സസ് ആവുമോ എന്നുള്ളതൊന്നും എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാനും എൻ്റെ ടീം എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തിനാണെന്നറിയോ, പുറത്തേക്ക് ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്, നമുക്ക് നടക്കാൻ പോവാ. കുട്ടികളൊക്കെ, വലിയ കുട്ടികളൊക്കെ ഇവനെ വിട്ടിട്ട് പോയി. ശരി ശരി ശരി. ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്ന് നടക്കാൻ പോവാണ്. ചാവി ഇക്കാൻ്റെ കാറിൻ്റെ കൂടെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാവുക. എനിക്ക് സെപ്പറേറ്റ് ചാവി ഞാൻ വാങ്ങി വെച്ചിട്ടില്ല. ചാവി എന്ന് പറഞ്ഞ കളിയാക്കും ഞാനെങ്കിലും. അപ്പോൾ വീടൊന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചു കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടതാണോ എന്ന്. നെയിൽ പോളിഷ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ നിസ്കരിക്കുമ്പോൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ടില്ല, ഇട്ട് കഴിഞ്ഞാൽ നമസ്കാരം കൂടൂല, ഒന്നും കൂടൂല. അതുകൊണ്ട് അതല്ല. അപ്പോൾ ഞാൻ വീട് പൂട്ടി ഇനി ഞങ്ങളൊന്ന് നടന്നിട്ടാണ്. വെയിലും കൊള്ളുമല്ലോ ഹീസൺ, അതിന് വേണ്ടിയിട്ടാണ്. ചെരുപ്പ് റനക്കുട്ടി ഇട്ടിട്ട് പോയിരിക്കണം. അപ്പോൾ ഞാൻ ഹയാൻ്റെ ചെരുപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. എൻ്റെ സൈസ് തന്നെയാണ് കേട്ടോ അവർക്കൊക്കെ. പിന്നെ നോർമൽ വ്ളോഗ്സ് മാക്സിമം എല്ലാവരും നല്ല ഇഷ്ടമുള്ളവരൊക്കെ കാണാൻ ശ്രമിക്കുക. പറ്റുവാണെങ്കിൽ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക എന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പറ്റുമെങ്കിൽ ഈ വീഡിയോയും പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ മറ്റേ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ മറ്റേ വീഡിയോസൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്യാത്തതെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്നും എത്ര തന്നെ കിട്ടിയാലും അത് ഇനിയുള്ള പാവങ്ങൾക്ക് ഉള്ളതാണ്. അതായത് നമ്മൾ ഇമ്രാൻ മോനും ഇഷലിനും ഉള്ളതാണ് ബാക്കിയുള്ള പൈസകളൊക്കെ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം. ഇനിയിപ്പോൾ നമ്മുടെ മുഹമ്മദിൻ്റെ വാപ്പയായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും.